അമേരിക്കയുമായി ജനീവയിൽ നിർണായകമായ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഹോർമോസ് കടലിടുക്കിൽ അപ്രതീക്ഷിത സൈനിക അഭ്യാസം നടത്തി ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതായും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്രതീക്ഷിതമായി ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഈ നീക്കം ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമോസ് കടലിടുക്കിലെ നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചുവെന്ന് ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ചൊവ്വാഴ്ച മണിക്കൂറോളം ഹോർമോസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടിരുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണ് ഇത്. ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥയിൽ ഒമാനി അബാഡഗറയുടെ വസതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയും അമേരിക്കയുടെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരേഡ് കുഷ്ണർ എന്നിവയും തമ്മിൽ പരോക്ഷ ചർച്ചകളാണ് നടന്നത്. ചർച്ചകൾ അല്പം കൂടി ക്രിയാത്മകമായിരുന്നു എന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായെന്നും അബ്ബാസ് അരഗജി വ്യക്തമാക്കി. എങ്കിലും ഉടനൊരു കരാറിലെത്താൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്നും സുരക്ഷ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയിട്ടുണ്ടെന്നും ഇതിന് മറുപടിയാണ് എന്നുമാണ് ഹോർമൂസിലെ സൈനിക അഭ്യാസം. യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ്, എന്നാൽ അവയെ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ കഴിയുന്ന ആയുധങ്ങൾ അതിലും അപകടകാരികളാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഇതാദ്യമായാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ അടച്ചിട്ടിരുന്നത്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെയും ട്രംപ് രംഗത്ത് വന്നിരുന്നു. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാന്റെ മറുപടി. അതേസമയം ട്രംപിന് ഭീഷണിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും രംഗത്തെത്തി. 3 എക്സ് പോസ്റ്റുകളിലായി US സൈന്യത്തിനും ട്രംപിനുമാണ് ഖമനേയുടെ ഭീഷണി. ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയാണ് ജനീവയിൽ നടക്കുന്നത്. ഇറാൻ USുമായി കരാറിലെത്തിയാൽ താൽപര്യപ്പെടുന്നുണ്ട് എന്നാൽ ചർച്ചയ്ക്ക് മുൻപായി ട്രംപ് പറഞ്ഞത്. എന്നാൽ നേർവിപരീതമാണ് ഖമനേയുടെ നിലപാട്. ട്രംപിന്റെ മുൻ വാക്കുകളെ ആധാരമാക്കിയാണ് ഖമനേയി ട്രംപിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. അത് നല്ലൊരു കുറ്റസമ്മതവുമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്കും ഇതിന് സാധിക്കില്ല എന്നാണ് ഒരു പോസ്റ്റ്. US സൈനിക ശക്തിയെക്കുറിച്ചും കാണിക്കുന്നതാണ് മറ്റൊരു പോസ്റ്റ്. ഇത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടേതെന്ന് US പ്രസിഡന്റ് ആവർത്തിച്ചു പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശേഷിക്ക് ചിലപ്പോൾ കഠിനമായ പ്രഹരം ഏൽക്കാം. അതിനുശേഷം അവർക്ക് വീണ്ടും എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് ഖമനേയുടെ വാക്കുകൾ. USന്റെ നാവിക വിന്യാസത്തെ പറ്റിയാണ് ഖമനേയുടെ മൂന്നാമത്തെ പോസ്റ്റ്. USന്റെ യുദ്ധക്കപ്പലുകളെ മുക്കാൻ സാധിക്കുന്ന ആയുധം കയ്യിലുണ്ടെന്ന ധ്വനിയാണ് പോസ്റ്റിലുള്ളത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ്. യുദ്ധക്കപ്പലിനെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്നാണ് എഴുതിയിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടയിലും ഈ 2 US വിമാനവാഹിനി കപ്പലുകളാണ് US പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം പശ്ചിമേഷ്യയിലെത്തിയ USS എബ്രഹാം ലിങ്കൺ ഇറാൻ സമീപത്താണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് USS ജെറാൾഡ് R. ഫോൾഡ് ആഴ്ചകൾക്കുള്ളിൽ പശ്ചിമേഷ്യയിലെത്തും. USന്റെ സൈനിക വിന്യാസത്തിന് തിരിച്ചടിയായി ഹോർമൂസ് കടലിൽ ഇറാൻ സൈനിക അഭ്യാസം നടത്തുകയാണ്.